ഹായ് വാട്സപ്പ് ഗായ്സ്, ഞാൻ ആശിഷ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, ഞാൻ ആശിഷ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് എഡ്യൂക്കേഷണൽ ചാനലാണ്. ഇതിൽ ഞാൻ SSCയിൽ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന സ്ഥിരമായിട്ടുള്ള എക്സാമുകൾ, അതായത് CGL, CHSL, MTS, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും അതിൽ റീസണിങ് സെക്ഷനിൽ റിപ്പീറ്റഡ് സീരീസ് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 25 ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് സീരീസിനായിരിക്കും. ഞാൻ എന്തിനാണ് ഈ ടോപ്പിക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റീസണിങ്ങിൽ അധികം സമയം കളയണതിൽ ഒരു അർത്ഥമേ ഇല്ല. കാരണം റീസണിങ് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നല്ലത്. കാരണം നമുക്കൊരു 10 സെക്കൻഡാണ് റീസണിങ്ങിൽ ലാഭിക്കാൻ പറ്റുകയാണെങ്കിൽ ആ 10 സെക്കൻഡ് നമുക്ക് ഒന്നുമില്ല ഇംഗ്ലീഷിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മാത്സിൽ ആ സമയം എടുക്കാം. പക്ഷെ നമുക്ക് റീസണിങ് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും റീസണിങ്ങിൽ ബെസ്റ്റ് ട്രിക്ക് പഠിച്ചു വയ്ക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ റിപ്പീറ്റഡ് സീരീസാണ് എൻ്റെ ടോപ്പിക്ക്. ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാകും. പാർട്ട് 2 നമ്മൾ കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കും. അപ്പോൾ പാർട്ട് 1 എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ടൈപ്പും ഉണ്ട് ഇതിൽ. അപ്പോൾ പാർട്ട് 1 ഇതാണ്. ഇതിൽ നമ്മൾ ആദ്യം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. സാധാരണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് സീരീസ് എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിപ്പോൾ ഇവിടെ കാണുന്നില്ലേ, ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട് -STT-TT-TTS-. ഇപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ എഴുതി വയ്ക്കും. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം എഴുതി വയ്ക്കും. താഴെ 1 2 3 4 പ്രാവശ്യം എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസിന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും ജസ്റ്റ്. എന്നിട്ട് അതിൽ ഏതാണോ സീരീസ് വരുന്നത് ആ സീരീസ് നമ്മൾ ടിക്ക് ചെയ്യും, അത് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് എത്ര അക്ഷരമുണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ. 10-20 ആൽഫബറ്റ്സ് ഉള്ള സീരീസ് ആണെങ്കിലോ നിങ്ങൾ ഈ 20 എണ്ണം താഴെ എഴുതി വരുമ്പോഴേക്കും സമയം എത്ര എടുക്കും? അത്രയും സമയം കളയാനുണ്ടോ? ഇല്ല. എത്ര പെട്ടെന്ന് റീസണിങ് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് മെത്തേഡാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യും. എല്ലാ ക്വസ്റ്റിനും അതുപോലെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതിനാദ്യം നമ്മൾ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കും, എത്ര ഡാഷ് ഉണ്ടെന്ന് എണ്ണി നോക്കും. മൊത്തം എത്ര ഡാഷ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ മൊത്തം 16 ആണെങ്കിൽ 4 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 16 ആണെങ്കിൽ, 20 ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 4 × 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതേപോലെ 24 ആണെങ്കിൽ 6 × 4 അല്ലെങ്കിൽ 4 × 6. 12 ആണെങ്കിൽ 4 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ നോക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കാം എത്ര അക്ഷരം ഉണ്ടെന്ന്, എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് ആദ്യം എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 12. അപ്പോൾ 12 ഞാൻ എന്താ പറയുക 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 4 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. 1 2 3. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 1 2 3 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 1 2 3 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 1 2 3. ഇനി നമ്മൾ ഇതിപ്പോൾ 4 പാർട്ടായില്ല. 1 2 3 4 പാർട്ട്. ഇതിൽ നമ്മൾ നോക്കുക എവിടെയെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ഇതും നോക്കുമ്പോൾ ഇവിടെ എസ് കഴിഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടി ആണ്, ഇവിടെയും ലാസ്റ്റ് ടി ആണ്. അപ്പോൾ ടീന് മുമ്പ് എസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ടീന് മുമ്പ് എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടീന് മുമ്പ് എസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ടീന് മുമ്പ് എസ് വന്നാൽ ഈ എസ്സിന് മുമ്പ് ഇവിടെ ടി അല്ല, അപ്പോൾ ഈ എസ്സിന് മുമ്പ് ഇവിടെ ടി വരാൻ സാധ്യതയില്ലേ. ഇവിടെ 2 ടീൻ്റെ ഇടയിൽ എസ് ആണ്, അപ്പോൾ ഇവിടെ 2 ടീൻ്റെ ഇടയിൽ എസ് സാധ്യതയുണ്ട്. ഇവിടെ എസ് കഴിഞ്ഞാൽ ടി ആണ്, അപ്പോൾ ഇവിടെ എസ് കഴിഞ്ഞാൽ ഇവിടെ ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു? സീരീസ് ടി, ഇവിടുത്തെ ടി, ഇവിടുത്തെ എസ്, ഇവിടുത്തെ എസ്, ഇവിടുത്തെ ടി. ഈ ഡാഷ് ബ്ലാങ്ക്, അതായത് ഈ ഡാഷ് ഉള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുക. ഡാഷ് ഉള്ളവിടെ അത് ഓർഡറിലായിരിക്കും എഴുതുക. അപ്പോൾ നമുക്ക് ഡാഷ് വരുന്നവിടെയൊക്കെ നമ്മൾ എന്തായിരുന്നു, ഈ ഫസ്റ്റ് ഡാഷിൻ്റെ അവിടെ ടി, സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ എസ്, തേർഡ് ഡാഷിൻ്റെ അവിടെ എസ്, ഫോർത്ത് ഡാഷിൻ്റെ അവിടെ ടി. അപ്പോൾ നമുക്ക് TSST എന്ന് സീരീസ് ഇത് കിട്ടി, ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഓപ്ഷൻ എയിലല്ലേ TSST കിട്ടി. ഇത് എത്ര സെക്കൻഡ് എടുക്കും നമുക്ക് ചെയ്യാൻ? ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇത്രയും സമയം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ വന്നു.
ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കിത് പിങ്ക് വെച്ച് സോൾവ് ചെയ്യും. ഓക്കെ, ഇതിൽ അത് എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 എണ്ണം. 15 പറയുമ്പോൾ നമ്മളിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 × 4 അല്ല, 3 × 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 3 × 5 അല്ലെങ്കിൽ 5 × 3, 5 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം, 3 × 5 സ്പ്ലിറ്റ് നോക്കാം. 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3. വല്ല റിലേഷൻ ഉണ്ടോ? ഇവിടെ നോക്കി, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലാസ്റ്റ് ലെറ്റർ ബി ആണ്, ഇവിടെ ലാസ്റ്റ് ലെറ്റർ എ ആണ്. ഇവിടെ എന്താണെന്ന് തന്നിട്ടില്ല, ഇവിടെ ലാസ്റ്റ് ലെറ്റർ എ ആണ്, പക്ഷേ റിലേഷൻ ഇല്ല. ഇവിടെ സി സെക്കൻഡാണ് ഇതിൽ വരുന്നത്, സെക്കൻഡിൽ സി സെക്കൻഡാണ് വരുന്നത്, ഇവിടെ സി ഫസ്റ്റാണ് വരുന്നത്. റിലേഷൻ ഉണ്ടോ? ഇവിടെ ലാസ്റ്റ് സി ആണ്, ഒരു റിലേഷൻ കാണുന്നില്ല. അപ്പോൾ 3 × 5 അല്ല എന്നർത്ഥം. ശരി, നമുക്ക് 5 × 3 നോക്കാം. 1 2 3 4 5 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 5 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 5. അപ്പോൾ 5 × 3 ഇപ്പോൾ റിലേഷൻ ഇല്ലേ? ലാസ്റ്റ് സി ലാസ്റ്റ് സി ലാസ്റ്റ് സി, സെൻറ്ററിൽ ബി സെൻറ്ററിൽ ബി. ഇവിടെ നമുക്കറിയില്ല സെൻറ്ററിൽ എന്താണെന്ന്. ഫസ്റ്റ് എ ആണ്, ഇവിടെയും ഫസ്റ്റ് എ ആണ്, അപ്പോൾ റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റും ലാസ്റ്റ് നോക്കൂ. ഇവിടെ ലാസ്റ്റ് സി ആണ്, ഇവിടെ ലാസ്റ്റ് സി ആണ്. ഈ സിന് മുമ്പ് ലെഫ്റ്റിൽ ഏതാണ്? സി ആണ്. അപ്പോൾ ഇവിടെ സി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ സിന് മുമ്പ് ബി ആണ്, അപ്പോൾ ഇവിടെയും സി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സിന് മുമ്പ് ബി ആണ്, ഇവിടെയും സിന് മുമ്പ് ബി ആണ്, അപ്പോൾ ഇവിടെ സിന് മുമ്പ് ബി വരാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? അത് കഴിഞ്ഞ് ഇവിടെ ബിന് മുമ്പ് എ ആണ്, അപ്പോൾ ഈ ബിന് മുമ്പ് ഇവിടെ എ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബിന് മുമ്പ് എ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഫസ്റ്റ് എ ആണ്, ഇവിടെയും ഫസ്റ്റ് എ ആണ്, അപ്പോൾ ഇവിടെയും ഫസ്റ്റ് എ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഇവിടുത്തെ എ, ഇപ്പോൾ ഒരു സീരീസ് അല്ലേ, എ ബി സി സി എ ബി സി സി എ ബി സി സി സീരീസ് വന്നു. അപ്പോൾ നമ്മളിവിടെ എ സി എ സി ഇ എ ബി, അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? എ സി ബി, എ സി എ ബി, ഓപ്ഷൻ സി ശരിയാണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം, എത്ര അക്ഷരമുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16ൽ 1 ചെയ്യാനുള്ളൂ. 4 × 4 ആയിട്ട് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാനുള്ളൂ. 4 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4. അപ്പോൾ നോക്കിയോ, ഇവിടെ സെൻറ്ററിലോ ഇവിടെ സെൻറ്ററിൽ അറിയില്ല. ഇവിടെ ഒ പി ഉണ്ട്, ഇവിടെ ഒ പി ഉണ്ട്. അപ്പോൾ റിലേഷൻ ഉണ്ട്. കണ്ടോ? ഇത് നോക്കുമ്പോൾ തന്നെ അറിയുന്നില്ലേ? അപ്പോൾ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓയിന് മുമ്പ് ഇവിടെ എം ആണ്, അപ്പോൾ ഇവിടെ ഓയിന് മുമ്പ് എം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഓ കഴിഞ്ഞ് ഇവിടെ പി ആണ്, അപ്പോൾ ഇവിടെ ഓ കഴിഞ്ഞ് ഇവിടെ പി വരാൻ സാധ്യതയുണ്ട്. പി കഴിഞ്ഞ് പി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പി കഴിഞ്ഞ് ഇവിടെ എൻ ആണ്, അപ്പോൾ ഇവിടെ പി കഴിഞ്ഞ് ഇവിടെ എൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പി കഴിഞ്ഞ് എൻ ആണ്, പക്ഷേ ഇവിടെ പിന് മുമ്പ് ഒ ആണ്, അപ്പോൾ ഇവിടെ ഒ വരും. ഒയിന് മുമ്പ് എം ആണ്, ഇവിടെ എം വരും. ഇവിടെ എം ഒ പി, ലാസ്റ്റ് പി കഴിഞ്ഞ് ഇവിടെ എൻ ആണ്, പി കഴിഞ്ഞ് ഇവിടെ എൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ത് വന്നു? ഉത്തരം എന്ത് വന്നു? എം എൻ പി എം യു എൻ, എം എൻ പി എം യു എൻ, എം എൻ പി എം യു അല്ല എം ഒ, എം എൻ പി എം എൻ എവിടെ? എം എൻ പി എം ഒ. എന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കിട്ടി. ഇത്രയേ ഉള്ളൂ. എം എൻ ഇതാ ഇവിടെ കണ്ടോ, സീരീസ് എം ഒ പി എൻ ആണ്. എം ഒ പി എൻ എം ഒ പി എൻ എം ഒ പി എൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ബ്ലൂ വെച്ച് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്? 3 × 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 3 × 5 സ്പ്ലിറ്റ് ചെയ്യുക. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇതാ വല്ല റിലേഷൻ വല്ലതും കാണുന്നുണ്ടോ? 3 × 5 ഇവിടെ ബി എ ബി ആണ്, ഇവിടെ എ ബി എ ആണ്, ഇവിടെ ബി എ ബി. റിലേഷൻ ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ഇത് പറ്റില്ല. അപ്പോൾ ശരി, 5 × 3 സ്പ്ലിറ്റ് ചെയ്ത് നോക്കാമല്ലോ. 1 2 3 4 5 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 5 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4 5. ഇപ്പോൾ റിലേഷൻ ഉണ്ട്. ഇവിടെ ഇതാ സെൻറ്ററിൽ, അതായത് സെക്കൻഡ് തേർഡ് എ ബി, സെക്കൻഡ് തേർഡ് എ ബി കണ്ടോ? റിലേഷൻ വന്നു കഴിഞ്ഞു.
റിലേഷൻ എന്താ, ഇവിടെ ബി കഴിഞ്ഞ എ ആണ്, അപ്പോൾ ഇവിടെ ബി കഴിഞ്ഞ എ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബീന് മുമ്പ് എ ആണ്, ഇവിടെ ബീന് മുമ്പ് ഇവിടെ ബീന് മുമ്പ് എ ആണോ, കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇവിടെ എ കഴിഞ്ഞ ബി ആണ്, അപ്പോൾ ഇവിടെ എ കഴിഞ്ഞ് ഇവിടെ ബി വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളൊരു കാര്യം നോക്കണം, ഇതിൽ ഇതറിയില്ല നമുക്ക്, ഫസ്റ്റ് ലെറ്റർ അറിയില്ല, സെക്കൻഡ് അറിയാം, തേർഡ് ലെറ്റർ അറിയില്ല, ഫോർത്ത് അറിയാം, ഫിഫ്ത്ത് അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിൽ എല്ലാം ഫസ്റ്റ് ലെറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതൊരു ഒരു സീരീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീക്വൻസ് നമുക്ക് കിട്ടണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ലെറ്ററും സെയിം ആയിരിക്കണ്ട. അപ്പോൾ 1ഉം ഈ 3ഉം ഈ 5ഉം സെയിം ആൽഫബറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. 1ഉം 3ഉം 5ഉം സെയിം ആണോ, അല്ല. 1ഉം 3ഉം 5ഉം സെയിം ആണോ, അല്ല. 1ഉം 3ഉം 5ഉം സെയിം ആണോ, അല്ല. 1 3 5 3ഉം എ അല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. അപ്പോൾ നമുക്ക് എന്താ ഓപ്ഷൻ വരിക, എ എ എ. ഉത്തരം കിട്ടി. അപ്പോൾ ഇവിടെ എ വരും, ഇവിടെ എ വരും, ഇവിടെ എ വരും. കിട്ടിയോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവല്ലേ നമുക്ക്. ഇത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ വന്നു. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം, എത്ര അക്ഷരം ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12. 12 ഞാൻ എന്താ പറയുന്നത്, 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 4 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 3 × 4 സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 2 3 ഇവിടെ 3 ഇവിടെ 1 2 3 ഇവിടെ 1 2 3. ഇവിടെ നോക്കൂ, ഒരു റിലേഷൻ വരുന്നത്, ലാസ്റ്റ് എ ഉണ്ട്, ഇവിടെ ലാസ്റ്റ് എ ഉണ്ട്, ഇവിടെയും ലാസ്റ്റ് എ ഉണ്ട്. ഇവിടെ എന് മുമ്പ് ബി ആണ്, അപ്പോൾ ഇവിടെ എന് മുമ്പ് ബി വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇവിടെ ബിന് മുമ്പ് എ ആണ്, അപ്പോൾ ഇവിടെ ബിന് മുമ്പ് ഇവിടെ എ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബി കഴിഞ്ഞ എ ആണ്, ഇവിടെ ബി കഴിഞ്ഞ ഇവിടെ എ വരാൻ. അതേപോലെ ഇവിടെ ബി കഴിഞ്ഞ ഇവിടെ എ ഉണ്ടല്ലോ. അതുപോലെ അപ്പോൾ എന് മുമ്പ് ബി, അപ്പോൾ ഇവിടെ എന് മുമ്പ് ബി. ഇവിടെ എല്ലാത്തിനും ഫസ്റ്റ് എ ആണ്, അല്ലെങ്കിൽ ബിന് മുമ്പ് എ ആണ്, അപ്പോൾ ഇവിടെ ബിന് മുമ്പ് എന്ത് വരും, എ വരും. കിട്ടിയോ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സീരീസ് എ ബി എ ഉള്ള 4 എണ്ണം കിട്ടി. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും, എ ഈ ബി, ഇവിടുത്തെ എ ഈ ബി ഈ എ. അപ്പോൾ എ ബി എ ബി എ, എ ബി എ ബി എ, ഓപ്ഷൻ സി. മനസ്സിലായോ? ഇത് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കണം. ഇത് നോക്കാം നമുക്ക്, എത്ര അക്ഷരം ഉണ്ട് എന്ന് ഇനി നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 അല്ലേ. 16 അപ്പോൾ നമുക്ക് 4 × 4 ആയിട്ട് മാത്രമല്ല സ്പ്ലിറ്റ് ചെയ്യാനുള്ളൂ. 4 × 4 സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ്, 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ്, 2 3 4 സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം റിലേഷൻ. ലാസ്റ്റ് ഇ വരുന്നുണ്ട്, ഇവിടെ ഇന് മുമ്പ് എസ് വരുന്നുണ്ട്, ഇവിടെ ഇന് മുമ്പ് എസ് വരുന്നുണ്ട്, ഇവിടെ ഇന് മുമ്പ് എസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എസ് കഴിഞ്ഞാൽ ഇ ആണ്, അവിടെ എസ് കഴിഞ്ഞാൽ ഇ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഓ, എസ്സിന് മുമ്പ് ഒ ആണ്, അവിടെ എസ്സിന് മുമ്പ് ഒ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ? ഇവിടെ ഒന് മുമ്പ് 6 ആണ്, അപ്പോൾ ഇവിടെ ഒന് മുമ്പ് 6 വരാൻ സാധ്യതയുണ്ട്. ഇവിടെ 6 കഴിഞ്ഞ ഒ ആണ്, ഇവിടെ 6 കഴിഞ്ഞ ഒ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ത് വരും, ഇതാ ഇത് എന്ത് വരും, ഒ ഈ 6, ഇവിടെ ഈ ഇവിടുത്തെ എസ്, പിന്നെ ഒ. അപ്പോൾ ഒ ആർ ഇ എസ് ഒ, ഒ ആർ ഇ എസ് ഒ, ഓപ്ഷൻ എ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയി നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നെക്സ്റ്റ് ടൈപ്പാണ്. നെക്സ്റ്റ് ടൈപ്പ് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് വ്യത്യാസമായിട്ട് വരും. അതായത് ഇപ്പോൾ എ ബി സി പറഞ്ഞാൽ അടുത്തത് ബി സി എ ആയിരിക്കും, അടുത്തത് സി ബി എ ആയിരിക്കും. അങ്ങനെ പോകുന്ന സീരീസിനാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് പറയുക. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസ് നോക്കാം നമുക്ക്. അപ്പോൾ അതായത് 1 2 3 വന്ന് അടുത്തത് 3 2 1 വരും, അതിൻ്റെ അടുത്തത് 2 3 1 വരും. അങ്ങനെ പോകുന്ന സീരീസാണ് അപ്പോൾ നമ്മൾ നോക്കാൻ വന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എത്ര അക്ഷരം ഉണ്ടെന്ന് ആദ്യം എണ്ണി നോക്കാം. സ്പ്ലിറ്റിംഗ് തന്നെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണ് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 16 വരുന്നുണ്ട്. 16 വരുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 4 × 4 ആയിട്ട് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാനുള്ളൂ 16. അപ്പോൾ 4 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ്, 2 3 4 ഇവിടെ സ്പ്ലിറ്റ്, 1 2 3 4 ഇവിടെ സ്പ്ലിറ്റ്. കഴിഞ്ഞു. ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാനില്ല. ഇവിടെ ഇപ്പോൾ നമുക്കൊരു സീരീസ് ഒന്നും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും റിലേഷൻ വല്ലതും ഉണ്ടോ? ഫസ്റ്റ് സെറ്റാണ്, ഇവിടെ ഡബ്ല്യു ആണ്, ഇവിടെ സെറ്റാണ്, പക്ഷേ ഇവിടെ
എക്സ് വരുന്ന ഡബ്ല്യു. അപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇവിടെ ഇല്ലാത്ത ആൽഫബറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇല്ലാത്തത് ഏതാണ്? ഡബ്ല്യു അല്ലേ ഇല്ലാത്തത്, ഡബ്ല്യു ഇട്ട് കൊടുക്കുക. ഇവിടെ ഇല്ലാത്ത ഏതാണ്? എക്സ് അല്ലേ ഇല്ലാത്തത്. ഇവിടെ ഇല്ലാത്തത് ഏതാണ്? വൈ അല്ലേ ഇല്ലാത്തത്. ഇവിടെ ഇല്ലാത്ത ഏതാണ്? സെഡ് അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും ഉത്തരം കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഉത്തരം WXYZ. അല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം നോക്കിയാൽ മതി. ഇവിടെ ഒന്നും 4 റിലേഷൻ ഉണ്ട്, അല്ല 1 3 റിലേഷൻ ഉണ്ട്. കണ്ടോ, 1 3 ഇതാ. കാരണം ഇവിടെ എക്സ് കഴിഞ്ഞ ഇവിടെ ഡബ്ല്യു ആണ് വരുന്നത്. കണ്ടോ, ഇവിടെ എക്സ് കഴിഞ്ഞ ഇവിടെ ഡബ്ല്യു അല്ലേ. അപ്പോൾ ഇവിടെ ഡബ്ല്യു വരാൻ സാധ്യതയില്ലേ. അതുപോലെ 2 4 ആയിട്ടായിരിക്കും റിലേഷൻ. അതുപോലെ അത് ഇവിടെ സെഡും ഡബ്ല്യു, ഇവിടെ സെഡ് കഴിഞ്ഞാൽ ഡബ്ല്യു ആണ്, അല്ല വൈ ആണ്. അപ്പോൾ ഇവിടെ സെഡ് കഴിഞ്ഞാൽ ഇവിടെ വൈ വരാൻ സാധ്യതയില്ലേ. അതുപോലെ 2 4 തമ്മിലായിരിക്കും റിലേഷൻ. അത് നോക്കിയതാ, ഇവിടെ വൈ കഴിഞ്ഞാൽ സെഡാണ്, ഇവിടെ വൈ കഴിഞ്ഞാൽ ഇവിടെ സെഡ് വരാൻ. ഇവിടെ വൈന് മുമ്പ് എക്സ് ആണ്, ഇവിടെ വൈന് മുമ്പ് എക്സ് വരാൻ സാധ്യതയില്ലേ. അങ്ങനെയും കിട്ടും. അപ്പോഴും നമുക്ക് ഉത്തരം WXYZ കിട്ടും. അപ്പോഴും ശരിയാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ അടുത്ത കണ്ടിന്യൂസ് സീരീസ് നോക്കാം. ഇതാ ഈ കണ്ടിന്യൂസ് സീരീസ് നോക്കാം. നമുക്കിത് പിങ്ക് വെച്ചിട്ട് ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15ന് നമുക്ക് 5 × 3 ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 × 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു 3 × 5 ആയിട്ട്. ഇവിടെ സ്പ്ലിറ്റ്, ഇവിടെ സ്പ്ലിറ്റ്, ഇവിടെ സ്പ്ലിറ്റ്. റിലേഷൻ ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കിയോളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലേ കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ഒന്നും നോക്കാനില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവിടെയും ഓരോ ആൽഫബറ്റ് മിസ്സിംഗ് അല്ലേ. ആ ആൽഫബറ്റ് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എ മിസ്സിംഗ് ആണ്, ഇവിടെ ബി മിസ്സിംഗ് ആണ്, ഇവിടെ സി മിസ്സിംഗ് ആണ്, ഇവിടെ ബി മിസ്സിംഗ് ആണ്, ഇവിടെ ബി മിസ്സിംഗ് ആണ്. നമുക്ക് ഉത്തരം എന്താ? ABC BB ഇങ്ങനെയോ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 3 ആയിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻ നോക്കുക. ഇവിടെ 1 4 ആയിട്ടാണ്. കണ്ടോ, 1 2 3 4 ആയിട്ടാണ്. ഇവിടെ സിന് മുമ്പ് ബി, ഇവിടെ സിന് മുമ്പ് ബി, ഇവിടെ ബിന് മുമ്പ് എ, ഇവിടെ ബിന് മുമ്പ് എ കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ 2 5 ആയിട്ടായിരിക്കും റിലേഷൻ. ഇവിടെ CA, ഇവിടെയും CA. അപ്പോൾ നമുക്കിവിടെ ഏതാ വരാനുള്ളത്? ബി ഇട്ട് കൊടുത്തു. ഇവിടെയോ? ഇവിടെ സി. ബാക്കിയുള്ളത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോഴും കിട്ടും ABC BB. അപ്പോഴും ഉത്തരം കിട്ടും. അപ്പോൾ അത് ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിത് ബ്ലൂ വെച്ച് സോറി. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 12നെ നമുക്ക് 4 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആണെന്നില്ല അല്ലേ, പിങ്ക് തന്നെ എടുക്കാം. 3 × 4 സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 2 3 1 2 3 1 2 3. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുക. ഇതാ ഇവിടെ ജിന് മുമ്പ് എഫ് ആണ്. ഇതാ ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇല്ലാത്ത ആൽഫബറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരു കണ്ടിന്യൂസ് സീരീസ് അല്ലേ, എല്ലാത്തിലും ഓരോ ആൽഫബറ്റ് മിസ്സിംഗ് അല്ലേ എല്ലാ പാർട്ടിലും. അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് FGEG കിട്ടും. FGEG ഉത്തരം കിട്ടി. അങ്ങനെയും കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻ വെച്ച് നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 1 3 നമ്മുടെ റിലേഷൻ അല്ലേ. ഇവിടെ ലാസ്റ്റ് ജി, ഇവിടെ ലാസ്റ്റ് ജി, ജിന് മുമ്പ് എഫ്, ഇവിടെ ജിന് മുമ്പ് എഫ്, ഇവിടെ എഫിന് മുമ്പ് ഇ, അവിടെ ഇപ്പോൾ ഇവിടെ എഫിന് മുമ്പ് ഇ. ഇതും എഫും ഇയും തമ്മിൽ റിലേഷൻ. ഇതിപ്പോൾ നമുക്ക് ഏതാ ലെറ്റർ വരണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിഞ്ഞത് അങ്ങനെ എഴുതി വെക്കും. 2 4 അറിയില്ല. അപ്പോൾ നമ്മൾ 2 4 സെയിം ലെറ്റർ അല്ലേ വരേണ്ടത്, സെയിം ആൽഫബറ്റ് അല്ലേ വരേണ്ടത്. സെയിം ആൽഫബറ്റുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. എഫ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇ. ഇതാ കണ്ടോ, 2 സെയിം വരേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. എഫ് വേറെ എവിടെയും വരുന്നില്ലല്ലോ. ഇവിടെ എഫ് ആണ് 1 3. ഇവിടെ ജി ആണ്, ഇവിടെ ഇ ആണ്. ഇവിടെ മാത്രമല്ലേ ജി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജി. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ശരി. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാമല്ലോ നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് ഓൾട്ടർനേറ്റ് സീരീസ്. ഇത് ഞാൻ ഒരെണ്ണേ കണ്ടുള്ളൂ. ഇനി കാണുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ഒന്നേ കണ്ടുള്ളൂ. ഓൾട്ടർനേറ്റ് സീരീസ് പറഞ്ഞാൽ ഒന്നുമില്ല. ഓൾട്ടർനേറ്റ് സീരീസ് പറഞ്ഞാൽ ഇത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15ന് ഒന്നുമില്ലെങ്കിൽ 5 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 × 5. എപ്പോഴും നിങ്ങൾ ആദ്യം 3 × 5 ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്.
3x5 3x5 ചെയ്ത് നോക്കാം. 3x5 ചെയ്തു. 3x5 ചെയ്തപ്പോൾ നോക്കാം, ഇവിടെ നോക്കും A-B ഇവിടെ ഒരു നമ്പർ വരുന്നത്, പക്ഷെ ലാസ്റ്റ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 1 2 3 4 5 പാർട്ടാണെങ്കിൽ 1 3 5 വരെ ഇങ്ങനെ സീരീസ് പോകുന്നത് കണ്ടോ. ഇതാണ് ഞാൻ ഓൾട്ടർനേറ്റ് പറഞ്ഞത്, 1 വിട്ടിട്ട് അതുകൊണ്ട് ഓൾട്ടർനേറ്റ് പേരിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ A-B ഇവിടെ A-B ഇവിടെയും A-B വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ബിന് മുമ്പ് സി ആണ്, അപ്പോൾ ഇവിടെ ബിന് മുമ്പ് സി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ബിന് മുമ്പ് സി വരാനുണ്ട്. ഇവിടെ സിന് മുമ്പ് എ ആണ്, അവിടെ ഇപ്പോൾ സിന് മുമ്പ് ഇവിടെ എ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ അപ്പോൾ ഇങ്ങനെ റിലേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 2 4 തമ്മിലായിരിക്കും റിലേഷൻ. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ സി ആണ്, ഇവിടെ സെൻറ്ററിൽ തന്നിട്ടില്ല, അപ്പോൾ ഇവിടെ സെൻറ്ററിൽ സി ആയിരിക്കും. ബാക്കി ഇവിടെ വരുന്നത് ഏതാണ്? ഇവിടെ സിന് മുമ്പ് സി ആണ്, ഇവിടെ സി കഴിഞ്ഞാൽ ബി ആണ്, ഇവിടെ സി കഴിഞ്ഞാൽ ബി ആണ്. ഏതാ ഉത്തരം? CCB CCA ഓപ്ഷൻ എ. മനസ്സിലായോ? എളുപ്പമല്ല. ഓൾട്ടർനേറ്റ് സീരീസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ കുറച്ച് മിസ്ലേനിയസ് പ്രോബ്ലം ഉണ്ട്, ഇതിൻ്റെ വേറെ 2 ടൈപ്പും കൂടി നമ്മൾ പഠിക്കും. അതോടെ ഈ റിപ്പീറ്റഡ് സീരീസ് തീരും. അത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും തോറും സ്പീഡായി വരും. നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡ് നോക്കേണ്ട കാര്യമേ ഇല്ല. ആ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും. മിസ്ലേനിയസ് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ 16 വരാണ്ട് ചിലപ്പോൾ 17 നമ്പറുള്ള സീരീസ് വരും. അപ്പോൾ ഏത് സ്വീകരിക്കണം, നമ്മൾ എത്ര വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, അതുപോലെ ഇങ്ങനത്തെ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒന്നുകൂടി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. Raindrop, drop top, smoking, no cooking the hot pot. Fucking on your bitch, yeah, that. Cooking up, open the park pot.